കെ.പി. യോഹന്നാനെ കൊന്നത് പന്തപ്പള്ളിയാണെന്ന് പറഞ്ഞ സഹോദരൻ പുന്നൂസ് മലക്കം മറിഞ്ഞത് എന്തുകൊണ്ട്? i2i ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കെ.പി. യോഹന്നാന്റേത് ഒരു അപകടമരണമല്ല, അദ്ദേഹത്തെ കൊന്നതാണ്. അതിന്റെ പിന്നിൽ സഭാവക്താവ് സിജോ പന്തപ്പള്ളി പാതിരിയാണെന്ന് i2i ന്യൂസിനോട് വെളിപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, കെ.പി. യോഹന്നാന്റെ ജ്യേഷ്ഠ സഹോദരൻ കെ.പി. പുന്നൂസ്. എന്നോട് പറഞ്ഞത് ഇത് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ അമേരിക്കയില് അവർക്ക് സംശയമുണ്ട്, പക്കാ സംശയമുണ്ടെന്ന് പറഞ്ഞു. ആളെ അവർ പറയുന്നില്ല. ഇത് അപകടമല്ല, അത് വേറെ അപകടമല്ല, ഇത് മനഃപൂർവ്വം ചെയ്താണ്. കാര്യം പുള്ളി പുറത്തോട്ടിറങ്ങി നടക്കുന്ന ആളല്ല. പുള്ളി അന്ന് വിളിച്ച് പുറത്തിറക്കിയ രീതിയിലാണ് എവർ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. എവന്റെ ഫോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് അല്ല നാളെ രാവിലെ അവിടെ കയറും. കെ.പി. യോഹന്നാനെ വാഹനം ഇടിച്ചിട്ടപ്പോൾ മൊബൈലിന്റെ മറുതലയ്ക്കൽ പന്തപ്പള്ളി പാതിരിയായിരുന്നു എന്നും പന്തപ്പള്ളി പാതിരിയായിരിക്കാം അദ്ദേഹത്തെ കോമ്പൗണ്ടിന് പുറത്തേക്ക് വിളിച്ചിറക്കിയത് എന്നും അദ്ദേഹം i2i ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. പന്തപ്പള്ളിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും താൻ അറസ്റ്റിലായ മെഡിക്കൽ കോഴ കേസിൽ മേടിച്ച കോഴപ്പണത്തിന്റെ ഭൂരിഭാഗവും തട്ടിയെടുത്തത് പന്തപ്പള്ളി പാതിരിയാണെന്ന് കെ.പി. പുന്നൂസ് i2i ന്യൂസിനോട് വെളിപ്പെടുത്തി. സിജോ പന്തപ്പള്ളിയെ കെ.പി. യോഹന്നാൻ വിശ്വസ്തനായി കൂടെ കൊണ്ടു നടന്നുവെങ്കിലും അവസാനമായപ്പോഴേക്കും ഇദ്ദേഹം ഒരു കുഴപ്പക്കാരനാണെന്ന ചിന്ത കെ.പിക്ക് ഉണ്ടായിരുന്നുവെന്നും കെ.പി. പുന്നൂസ് i2i ന്യൂസിനോട് പറഞ്ഞു. ED റെയ്ഡ് വന്നപ്പോൾ കാറിൽ പണം കൊണ്ടുവച്ചത് പന്തപ്പള്ളിയാണെന്നും കെ.പി. യോഹന്നാൻ ഇത്രയും സ്വത്തുക്കൾ ഉണ്ടാക്കിയെങ്കിലും 6 സഹോദരങ്ങളിൽ ഒരാളുടെ പേരിൽ പോലും 1 സെന്റ് സ്ഥലം പോലും എഴുതി വെച്ചില്ല എന്നും, എന്തിന് സ്വന്തം മകന്റെ പേരിൽ പോലും എഴുതി വെച്ചില്ല എന്നും, സ്വത്തുക്കൾ മുഴുവൻ സഭയുടെ പേരിലാണെന്നും അദ്ദേഹം i2i ന്യൂസിനോട് പറഞ്ഞു. സഭയുടെ അടുത്ത പരമാധ്യക്ഷനാകുവാൻ സാധ്യതയുള്ളത് ജ്യേഷ്ഠന്റെ മരുമകൻ അല്ലെങ്കിൽ കെ.പി. യോഹന്നാന്റെ മകൻ ആയിരിക്കുമെന്നും കെ.പിയുടെ മകളുടെ ഭർത്താവ് അത്ര പോരാ എന്നും കെ.പി. പുന്നൂസ് പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം i2i ന്യൂസിലൂടെ ലോകത്തെ അറിയിക്കണമെന്നും i2i ന്യൂസ് മാത്രമേ ഈ വാർത്ത സത്യസന്ധമായി പുറം ലോകത്തെ അറിയിക്കുകയുള്ളൂ എന്നും തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കെ.പി. പുന്നൂസിനെ കാണുവാൻ അദ്ദേഹം ഞങ്ങളെ വിളിച്ച അന്ന് രാത്രി തന്നെ പുറപ്പെട്ടു. ഇക്കഴിഞ്ഞ മെയ് 14-ാം തീയതി രാത്രി ഏതാണ്ട് 8:30-ക്കും 9 മണിക്കും ഇടയ്ക്ക് ഏനാത്ത് പാലത്തിന് സമീപം ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തോടൊപ്പം ചില പാസ്റ്റർമാരും വക്കീലന്മാരും ഉണ്ടായിരുന്നു. കെ.പി. പുന്നൂസ് അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യങ്ങളും സംശയമുള്ള കാര്യങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചു. രാത്രിയിൽ മകനോടും കൂടാതെ മറ്റൊരാളോടും സംസാരിച്ചിട്ട് അടുത്ത ദിവസം തന്നെ i2i ന്യൂസിന്റെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഉറപ്പായും ഇന്റർവ്യൂവിന് എത്തും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. എന്നാൽ അദ്ദേഹം അടുത്ത ദിവസം പറഞ്ഞതുപോലെ വന്നില്ല. പല പ്രാവശ്യം വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. ഏതാണ്ട് വൈകിട്ട് 7 മണിയായപ്പോൾ ഒന്നുകൂടി ഞാൻ വിളിച്ചപ്പോൾ കെ.പി. പുന്നൂസ് ഫോൺ എടുത്ത് എന്നോട് പങ്കുവച്ച കാര്യങ്ങൾ കേൾക്കുക. ഹലോ, ദയവായി ക്ഷമിക്കണം, ഞാൻ അങ്ങേയറ്റം സോറി പറയുന്നു. അതായത് എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ പോയ വണ്ടിയുടെ കാറേലാൻ പോയിട്ട് അതിന്റെ സൈഡിൽ എന്റെ മൊബൈൽ വെച്ച് ഞാൻ വെള്ളി വെച്ച് അങ്ങനത്തെ ജനലോട്ട് ഇറങ്ങി. ഇത് തൊടുപടിക്ക് പോകണ വണ്ടി അവിടെ പാത്തൊക്കെ വീട്ടിലെ അത് പോയി ഇപ്പോഴാ വണ്ടി വണ്ടി സൈലന്റ് ആയതുകൊണ്ട് വിളിച്ച് ആരും അറിഞ്ഞു കേട്ടില്ല. അത് ഇപ്പോഴാ മൊബൈലിലേക്ക് തിരിച്ച് കിട്ടിയത്. അതാ വിളിക്കാൻ താമസിച്ചത്. രണ്ടാമത് ദാനിയേൽ തിരുവേദി, അതായത് എന്റെ ബിഷപ്പിന്റെ മോൻ എന്നോട് പറഞ്ഞത് ഇത് വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ അവിടെ അമേരിക്കയില് അവർക്ക് സംശയമുണ്ട്, പക്കാ സംശയമുണ്ടെന്ന് പറഞ്ഞു. ആളെ അവർ പറയുന്നില്ല. ഇത് അപകടമല്ല, അത് വേറെ അപകടമല്ല, ഇത് മനഃപൂർവ്വം ചെയ്താണ്. കാര്യം പുള്ളി പുറത്തോട്ടിറങ്ങി നടക്കുന്ന ആളല്ല. പുള്ളി അന്ന് വിളിച്ച് പുറത്തിറക്കിയ രീതിയിലാണ് എവർ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. എവന്റെ ഫോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് അല്ല നാളെ രാവിലെ അവിടെ കയറും പോരാനായിട്ട് എന്നോട് നിൽക്കാതെ. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഇന്ന് രാത്രി വന്ന് വെയിറ്റ് ചെയ്ത് എന്നിട്ട് വേണം നമുക്കായിട്ട്. അപ്പൊ എനിക്ക് പറ്റിയ ഒരു എന്റെ നമ്മുടെ നല്ല കൂട്ടത്ത് ആരുടെയും ഈ ബാക്കിന് തിരിഞ്ഞു പോകുന്ന ആളല്ല, കൈക്കൂലി മേടിക്കുന്ന ആളല്ല, പൈസ മേടിച്ച് പോകുന്ന ആളല്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുള്ളി മുഖത്ത് നോക്കി പറയുന്ന ആളാ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാത്രി എന്നെ വിളിക്കുക. ഇല്ലെങ്കിൽ അവര് ഒരാൾ വരുന്നുണ്ട്, ജോലി എന്ന് പറഞ്ഞ ഒരാൾക്ക് മിക്കവാറും വരുന്നത് എന്റെ പുതിയ എത്തുന്ന പോലെ. അപ്പൊ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വരും. ഒറ്റ ഞാനും ഒരു മാത്രം വേറെ ഇതിനെ വന്നവരെ ആരും ഞാൻ കൂട്ടത്തില്ല. അവരൊക്കെ വേറെ ലൈനിലെ പുള്ളികളാണ്. അതുകൊണ്ട് അവന്മാരെ കൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നത് ജോലി പുള്ളി ഞാനും അവന്റെ വണ്ടിക്ക് വരുന്നു. ഞാൻ വിളിച്ചു പറയാം, അങ്ങോട്ട് ഞാൻ വിളിച്ചോളാം. ഏത് ഡെവലപ്പ് ചെയ്യുന്നത് വരുന്നതാണ്. അതെല്ലാം ഞാൻ വന്നിരുന്നു. എന്നോട് ഈ അമേരിക്കയിലെ പയ്യനോട് പറഞ്ഞിട്ടുണ്ടേ. അതിനകത്ത് ഒരു പാസ്റ്റർ മാത്രം നമ്മൾ വിളിക്കും, അല്ലാത്തവരൊക്കെ കിടക്കാം. വന്നുള്ളവരല്ല ഒത്തിരി വർത്താനം പറഞ്ഞത്. അവരിങ്ങനെ വന്നു വിളിച്ച് പറയാണ് സൂക്ഷിക്കണം, അങ്ങനെ സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞത്. കരിപ്പള്ളി ഓപ്പണായിട്ടല്ല
പറയുന്നുണ്ട് പുള്ളി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ. എനിക്കിപ്പോ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാൽ ഇപ്പൊ അച്ചായനടക്കം ഇവൻ പന്തപ്പള്ളിയുമായിട്ട് സെറ്റിൽമെന്റ് നടത്തിയെന്ന് പറഞ്ഞ് എനിക്ക് അവന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ എനിക്ക് മെസ്സേജ് തന്നു. ബൈബിളാണ് സത്യം. എനിക്ക് 2 കുട്ടികളാണ്. കുട്ടികളാണ് സത്യം. അവന്റെ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും. അങ്ങനെയാണ്. അതുപോലെ എന്നെ ഉപദ്രവിച്ചതാണ്. അതെയാണ് കേസിലെ നാളെ. പക്ഷെ ഞാൻ ഈ ചിറ്റ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട് കൊല്ലത്ത്. എനിക്ക് സ്വാധീനമുള്ള ആളാണ്. പുള്ളിയെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു പുള്ളി ഇന്ന് വൈകിട്ടേ വരുന്നുണ്ട് എറണാകുളത്ത്. അത് കഴിയുമ്പം ഇതിലെ വീട്ടിൽ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫയൽ ചെയ്യുന്നത് മറ്റന്നാ ഫയൽ ചെയ്യും. ആയിക്കോട്ടെ ഇപ്പം പുള്ളി ചെയ്തോളാന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അവനുമായിട്ട് കാര്യം അമേരിക്കക്കാരന്റെ അവൻ സാറ്റിസ്ഫൈഡ് നിൽക്കുന്നവനാ. കാര്യം എനിക്കതറിയാം അവന്റെ സംഭാഷണത്തിന്. മനസ്സിലായോ? അവൻ അവനെ കുറിച്ച് ഏറ്റവും ദോഷമായിട്ട് എന്നോട് പറഞ്ഞവനാ. അവനാ പിന്നെ അവൻ തിരിച്ചു വർത്താനം പറയും. ഇപ്പൊ അച്ഛനറിയില്ല ഇതിനകത്തൊക്കെ സത്യത്തിന് നേരിന് വേണ്ടി നമ്മളൊക്കെ നിൽക്കുന്ന അറിയാമല്ലോ. നമ്മളൊക്കെ എങ്ങനെ വന്നതും ഇടപെട്ടെന്നും അറിയാമല്ലോ. നിങ്ങളെ പേടിയാ മോനെമാർക്കെല്ലാം തീപോലെ പേടിയാ. ഈ അമേരിക്കാന്റെ എല്ലാവരും പ്രലോഭനത്തിൽ വീഴത്തില്ല, കൈക്കൂലി മേടിക്കത്തില്ല എന്നൊക്കെ അവന്മാർക്കറിയാം. അത് ഈ മാസന്മാരും അച്ഛന്മാരും കാണിച്ച എല്ലാ പോകത്തിടത്തിൽ എഴുതിയിട്ടില്ല. അതാണ് അവന്മാർക്ക് അറിയാവുന്നത്. ഞാൻ രാത്രി വിളിച്ചോളാം. ഞാൻ രാത്രി അങ്ങോട്ട് വിളിച്ചോളാം. അച്ഛന്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണല്ലോ. ഈ മരണത്തിൽ സംശയമുണ്ട്, ഇവനെതിരെ കേസിന് പോകും. 100% പോകും. ഒരു സാക്ഷ്യമില്ല. ഒരു സാക്ഷ്യം കാര്യം എനിക്ക് രണ്ടെണ്ണത്തിൽ യാത്ര എടുക്കാൻ നാളെ യാത്ര എടുക്കില്ല. യവനത് വെച്ച് കളിക്കും. മനസ്സിലായോ? ആ യാത്രത്തിൽ കൂടെ നാളെ എടുത്തില്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അതാണ് ഒരു വിഷയം. അവനറിയാമല്ലോ. അവനറിയാൻ ഞാൻ എത്തും അവനെതിരാന്ന് അവനറിയാം. എനിക്ക് അവസരം അവന് ഉപയോഗിക്കും. ഇപ്പൊ അവൻ വിളിച്ച ഫോണിന്റെ കാര്യം ചോദിച്ചു. അന്ന് അവര് പറഞ്ഞു അവിടുത്തെ പിള്ളേർ പറഞ്ഞു കൊച്ചപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ഫോണ് ആരുടെയും കൊടുക്കണ്ട, അത് സൂക്ഷിച്ചോളത് ഞാൻ പറഞ്ഞിട്ട് എവനോട് പറഞ്ഞിട്ടുണ്ട്. എവൻ ആ ഫോണിന്റെ കാര്യം ചോദിച്ചു. ഫോൺ ഇവിടെ ആരുടെ ഇരിക്കുന്നൊക്കെ അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനെ വിളിച്ച് അവനോട് പറഞ്ഞു ഫോൺ ആരുടെയും പോകരുത്, ഫോൺ നിങ്ങളെ തന്നെ ഇരിക്കണം, വേറെ ആരുടെയും കൊടുക്കരുത്. അവരിപ്പോഴും പറയുന്നതാണല്ലോ. എവര് പറയാനുള്ള അവകാശം എന്താ? ഇത് സാധാരണ പറഞ്ഞ ആക്സിഡന്റാ. ആക്സിഡന്റാണെങ്കിലും പറയുന്നില്ലല്ലോ. നോർമൽ മരണമാണെന്നല്ലേ അവൻ പറയുന്നത്. അവന്റെ വാചകകാരം ഇത് രാത്രി നാളെ ഒരു മൂവ്മെന്റ് ഇത് വക്കീല് പോയി രാത്രി വരും. എന്നെ കാണാൻ വിളിച്ചിട്ട് എറണാകുളത്ത് വരുന്ന വഴി എന്റെ വീട്ടിൽ വന്നിട്ട് കയറി പോകും. ഞാനും ആ പാട് പെട്ടെന്ന് അവന് 80 വയസ്സായി. 80 വയസ്സ് കഴിച്ചു. അത് തന്നെ അല്ല എന്റെ വൈഫും മരിച്ച് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്റെ ഏറ്റവും കൂടുതൽ താല്പര്യമല്ല ഈ അഡ്മിഷന്റെ കേസിൽ ഏറ്റവും കൂടുതൽ. അവരോട് നിർത്തി ബ്രോക്കർമാരി അവരുടെ കൊടുത്തു. കാഴ്ചകൾ മേടിക്കുകയും ചെയ്തു. അവസാനം എന്റെ പേരിൽ ഈ പന്തപ്പള്ളി ഞാൻ ചെയ്തതാ. അത് ഞാൻ അതിനെ കൊണ്ട് പറയാം. ആദ്യം തെളിയാൻ തരാം. എത്ര കോടി മേടിച്ചിട്ടുണ്ടാവും ഇവൻ? എല്ലാം കൂടെ 1.5 കോടി രൂപ മേടിച്ചിട്ടുണ്ട് അഡ്മിഷന്റെ കാര്യം പറയും. അത് അത് മുഴുവൻ എന്റെ തലയില. ഞാനിപ്പം പിള്ളേരെ പൈസ കൊടുക്കാൻ പോവാ. അവിടെ അല്ല ഞാന് പഞ്ചായത്തിലെ ഒരു പൈസ മേടിച്ചോ അങ്ങനത്തെ കയറിയിട്ടുള്ള ആളല്ല. ഒരു കൈക്കൂലി മേടിക്കാനോ പഞ്ചായത്തിലെ കാര്യത്തിലൊക്കെ ഒന്നും പോയിട്ടുള്ള ആളല്ല. ഈ ഒരു കേസിൽ ഞാൻ നശിച്ചു പോയി. ഈ അച്ഛന്റെ കൂടെ വന്നവന്മാരാരെ? അച്ഛനെ എങ്ങനെ അറിയാം ഇവർക്ക്? ഇന്നലെ കൂടെ വന്നവർക്ക് കൂടെ വന്നത് ഒന്ന് കഷണ്ടി എന്ന് പറഞ്ഞു വണ്ടി ഓടിക്കുന്നവരാ. എന്റെ വണ്ടിയൊക്കെ പലപ്പോഴും ഞാൻ വിളിച്ച് വണ്ടി ഓടിക്കാനായിട്ട് വിളിക്കുന്നവരാ. പിന്നെ വന്ന 2 മാസ്റ്റർമാരാ. വക്കീല് എന്റെ ഏറ്റവും അടുത്ത ആളാ വക്കീല്. അങ്ങനെ ഈ കാര്യങ്ങൾ ആരോട് പറയുന്ന ആളല്ല. പുള്ളിയുടെ പേരെന്തുവാ വക്കീലിന്റെ? പുള്ളിയുടെ പേര് ഗംഗാധരൻ. മറ്റേ പാസ്റ്ററോ? വെള്ളയിട്ട് പുള്ളിയോട് പറഞ്ഞു നിങ്ങളുടെ പുഴയിൽ പോവുകയാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സത്യമായിട്ട് ചെയ്യുമെന്ന് പുള്ളിക്ക് ബോധ്യമായി. പാസ്റ്ററോ? വെള്ള ഇട്ടുന്ന പാസ്റ്ററോ? വെള്ള ഇട്ട ഒരു നീളമുള്ള കുഴപ്പമില്ല. വെള്ള ഇട്ട ഒട്ടടക്കാൻ കാട്ടാം. അവരെ വല്ല പേടിക്കാറായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുന്നതാ. പക്ഷെ അച്ഛൻ അവന്റെ ആളല്ല. നോട്ടത്തെ പറഞ്ഞവർ വല്ല കിട്ടുമെങ്കിൽ അവർ സൈഡ് ചെയ്യും. അവര് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ കൂടും. ഇനി 14-ാം തീയതി വൈകിട്ട് ഞങ്ങൾ ഏനാത്ത് പാലത്തിന് സമീപം KP പുന്നൂസിനെയും കൂടെ വന്നവരെയും കണ്ടതും സംസാരിച്ചതും കാണുക. ഫോണ് സേഫായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ടോ? അവിടെയുണ്ട്. ആദ്യത്തെ തിരിച്ചു വരും. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. രാവിലെ പുള്ളിയെ വിളിക്കുന്നു. പുള്ളി സാധാരണ കോമ്പൗണ്ടിലാണ് നടക്കുന്നത്. അന്ന് മാത്രം പുറത്ത് തുടങ്ങിയാണ്. പുള്ളി ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ശ്രദ്ധിക്കത്തില്ല. അതേ ശ്രദ്ധിച്ച് മുഴുകുന്നതാണ്. അതിനൊക്കെ നടക്കാം. ആര് വിളിച്ചാലും കേൾക്കത്തില്ല. അപ്പൊ അങ്ങനെ അതിനറിയാം. അതനുസരിച്ചാണ് ഈ കല്യാണം ചെയ്യുന്നത്. ഡ്രൈവറെ കിട്ടിയിട്ടില്ല, വണ്ടി കൊടുത്തിട്ടില്ല. അവരതുപോലെ ആ കാര്യങ്ങളിൽ ശ്രദ്ധ. അവന് പറയുന്നുണ്ടല്ലോ എന്റെ ഫോണിലായിരുന്നെന്ന്. അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ആ കോമ്പൗണ്ടിൽ നിന്ന് യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം
പറഞ്ഞു അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും കാണുമെടുക്കുകയോ ചെയ്യുന്നു. അപ്പൊ അത് കാണേണ്ട രീതിയിലായിരിക്കും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒക്കത്തില്ല. എന്നോട് ഇപ്പൊ അമേരിക്കയിലെ പുള്ളി പറഞ്ഞു എവര് ഡൽഹിയിലാണ് പഠിച്ചത്. അവിടെ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ട് അവിടെ പോയി ചാടിയതാണ്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ കാര്യം ചോദിക്കുമ്പോൾ അവിടുത്തെ പ്രതിയായി. അപ്പൊ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ്, ക്രിമിനൽ മെന്റാലിറ്റിയാണ്. ഈ അഡ്മിഷന്റെ കാര്യത്തില് എന്നെ മുന്നേ എഴുതിക്കൊണ്ട് കാശെല്ലാം മേടിച്ചിട്ട് എന്റെ വില വെച്ചത് അന്ന് ഉണ്ടായ ഇഷ്യൂ അല്ലേ? പിന്നെ പൈസ ലൈവിലാണ് മേടിച്ചെടുത്തത്. മുക്കാൽ ഭാഗം യഥാർത്ഥത്തിൽ എവിടെ സ്വദേശിയാണ്? കണ്ണൂർ. വിജയദേശിലെ വണ്ടിയിലാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഈ സിജോ ഹോസ്പിറ്റലിലേക്ക് പോയത് അവരുമായിട്ട് വളരെ ലിങ്കാണ്. അപ്പൊ ഇതിനകത്ത് പിണറായി പറയുകയാണ് BJPക്ക് സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ടാണ് പുള്ളിയെ കൊണ്ട് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ പറഞ്ഞു എവനെ കുറിച്ച് പുള്ളിക്ക് മാനസികമായിട്ട് ഈ സമയത്ത് ഇവൻ കുഴപ്പക്കാർക്കാന്ന് ഒരു ചിന്ത മനസ്സിലുണ്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നല്ലേ? അത് ഇവര് കൂടുതലെല്ലാം ഓടിച്ചുള്ളവരല്ലേ കാര്യങ്ങളെല്ലാം. ഓതറൈസ് സിഗ്നേറ്ററി ഇവനായിരുന്നോ? അല്ല സെക്രട്ടറി തിരുമേനിയല്ലേ? ഇവന് വേറെ ഈ സിനി എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മകനെ എനിക്ക് സംശയമുണ്ട്. അന്വേഷിക്കണം. വേറൊരു അച്ഛന്റെ വണ്ടി എടുത്ത് ആ വണ്ടിയെ കൊണ്ടുവച്ചിട്ട് അവനെ ഒരിക്കലും തിരുമേനിയിൽ കുട്ടിക്കുന്നവല്ല. ഒരു പൈസയും അതായത് ഒരു ഡോളർ പോലും ഞങ്ങൾ 6 പ്രദേശം ഞങ്ങളുടെ 6 പ്രദേശത്തിന്റെ പേരിലോ മക്കളുടെ പേരിലോ ഒരു സെന്റ് എഴുതി. ഞാൻ പുള്ളിക്ക് ഞങ്ങൾ താമസിക്കാൻ 18 ലക്ഷം രൂപയ്ക്ക് ഒരു എന്റെ വീട് നടക്കുന്ന സപ്ലൈ സമയത്ത് എടുത്ത് വീട് ഞാൻ പോലും അറിയാതെ പുള്ളി അത് സഭയ്ക്ക് എഴുതി വെച്ചു. സഭയ്ക്ക് അതിലിപ്പോൾ എല്ലാ അസറ്റും സഭയുടെ പേരിലാണ്. സഭയുടെ പുള്ളിയുടെ ഒരു പോരല്ലേ അവന്റെ പേരില്ലല്ലോ. ഇല്ല. അന്നേരം ഇതിന്റെ കസ്റ്റഡി എന്ന് പറയുമ്പോൾ ഇനി ഈ സഭ എന്ന് പറയുന്ന 2 പേരാണ് ഇതിന് കമ്മിറ്റി ഉണ്ടായിരുന്നത്. ട്രസ്റ്റിലുള്ള 2 പേര് മരിച്ചു. ഇനി ജീവിച്ചിരുന്ന 2 പേരാ. അവരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ കേസ് എന്നെ അവനെ അടുപ്പിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കോടതി വിധി മേടിച്ചിട്ടുണ്ടോ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് അവൻ എന്തെങ്കിലും? കോടതിയിൽ നിന്ന് കാണത്തില്ല. പിന്നെ 10 ശതമാനം നടത്തില്ല പണ്ടല്ല. ഞാൻ യവനുമായിട്ട് വഴക്കുണ്ടാക്കിയില്ലേ, ഇവരെ കല്ലാനൊക്കെ പിടിക്കാറുണ്ട്. ഏത് ഇഷ്യൂലായിരുന്നത്? ഇവരെ പുള്ളിയെ ചെയ്യുന്ന എനിക്ക് വന്നു. അപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചു. ആശുപത്രിയിൽ അപ്പോയിന്റ്മെന്റ് മറ്റു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളത്തിൽ പോലെ വാങ്ങുന്നതിന് ഇവർക്ക് മൈൻഡ് ചെയ്യത്തില്ല. ഇവർ കണ്ണൂരിൽ വരുന്നവർക്ക് ഞങ്ങൾ നമ്മൾ ഈ പ്രശ്നമായി. ഞാനത് കൊല്ലാൻ പിടിച്ചതാണ്. അന്ന് എനിക്ക് തോന്നിയവരെ എനിക്ക് അത് സ്റ്റേ മേടിച്ചിരുന്നു. അതെ, അവിടെ കയറുന്നില്ല, നമുക്കെതിരായിട്ട് കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം മേടിക്കുന്നുണ്ട്. ഞാനതൊക്കെ കുറെ പോയി. ഇപ്പം ഈ സഭയുടെ അതായത് ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന സഭാധ്യക്ഷനായിരിക്കും ഈ തിരുമേനിക്ക് ഉണ്ടായിരുന്ന പോലുള്ള സാധ്യത വരാൻ 2 പേരേ ഉള്ളു വരാം. ഒന്ന് എന്റെ 2ാം ദിവസത്തെ മരുമോൻ ഇല്ലെങ്കിൽ പുള്ളിയുടെ മോനെ വരട്ടെ. മോനെ കൊണ്ടുവരാൻ അവൻ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. അല്ല അങ്ങനെയല്ല, മോന് വരാൻ ഇവൻ ആഗ്രഹിക്കുന്നില്ല. അവനേക്കാൾ 10 ഇരട്ടി കപ്പാസിറ്റിയാണ്. പക്ഷെ മോളെ വരുമാനം മാത്രമേ മരുമോൻ പോലെ അവരെ കിടങ്ങൻ അതിനൊരു വഴിക്കൊള്ളത്തില്ല. അവനവന്റെ കുപ്പായം പിടിച്ചിട്ടുള്ളത്. KP യോഹന്നാനെ കൊന്നതാണ്, അത് സിജോ പന്തപ്പള്ളി അറിയാതെ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന KP പുന്നൂസ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരക്ഷരവും മിണ്ടുന്നില്ല. അദ്ദേഹം ഇതുവരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ ITV ന്യൂസ് പുറത്തുവിടുന്നത്. KP പുന്നൂസ് പരാതി കൊടുക്കാതെ ഇപ്പോൾ മൗനം പാലിച്ചതിൻ്റെ കാരണം, മലക്കം മറിഞ്ഞതിൻ്റെ കാരണം, ഒന്ന് KP പുന്നൂസും കൂടെ വന്നവരും പന്തപ്പള്ളിയുമായി അല്ലെങ്കിൽ കൃത്യം നടത്തിയവരുമായി ഒരു ധാരണയിലായി. 2, KP പുന്നൂസിനെ കാര്യമായി വിരട്ടി. KP പുന്നൂസ് അങ്ങനെ വിരളുന്ന അല്ലെങ്കിൽ പേടിയുള്ള കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. മേൽപ്പറഞ്ഞ 2 കാര്യത്തിൽ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ KP പുന്നൂസ് ഇതുപോലെ മൗനം പാലിക്കില്ല, സഹോദരനെ കൊന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടും മിണ്ടാതിരിക്കില്ല. KP പുന്നൂസ് എന്തുകൊണ്ട് മലക്കം മറിഞ്ഞു, എന്തിനു മറിഞ്ഞു? KP യോഹന്നാൻ അവസാനമായി സംസാരിച്ച മൊബൈൽ KP യോഹന്നാൻ്റെ ഉറ്റവരുടെ കൈവശം കിട്ടി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പരാതിയുമായി മുന്നോട്ട് വരേണ്ടിയിരുന്ന, ജീവിച്ചിരിക്കുന്ന, സ്വബോധമുള്ള KPയുടെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ കെട്ടപ്പെട്ടതിൻ്റെ പൊറാട്ട് നാടകങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ ഇന്നെത്തിക്കുന്നത്. ഹൈക്കോടതിയിൽ KP പുന്നൂസിൻ്റെ ഇത്തരമൊരു പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ പരാതിയുള്ള സ്ഥിതിക്ക് മൃതദേഹം ഇവിടെ റീപോസ്റ്റ്മോർട്ടം നടത്തുവാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. സംശയമുള്ള സാഹചര്യത്തിൽ പോലീസ് അന്വേഷണവും നടത്തുമായിരുന്നു. ഇനി കാറടിച്ച് കാലൻ കൊണ്ടുപോയ KP കാലം ചെയ്തു എന്നൊക്കെയുള്ള
അപദാനങ്ങളുമായി ഇറങ്ങും കുറേ എണ്ണം നാളെ മുതൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.